ദേശപ്പോരിൽ മത്സരചിത്രം തെളിയുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പത്രിക പിൻവലിക്കാനുള്ള സമയം ഇതാ അവസാനിച്ചു കഴിഞ്ഞു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം സ്ഥാനാർത്ഥി പട്ടിക റിട്ടേണിംഗ് ഓഫീസർ പരസ്യപ്പെടുത്തും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവർ LDFന് വിമതരായി രംഗത്തുണ്ട്. പത്രിക പിൻവലിച്ച ശേഷമുള്ള അല്ലെങ്കിൽ പിൻവലിക്കാനുള്ള സമയം അവസാനിച്ച ശേഷമുള്ള ചിത്രമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. റഹീസ് റഷീദും TV പ്രസാദും തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് റഹീസ് റഷീദ്. നാമനിർദ്ദേശ പത്രിക നൽകിയവരിൽ കുറെ പേരൊക്കെ പിൻവലിക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു. ഇപ്പോഴും പിൻവലിക്കാതെ നിൽക്കുന്ന വിമതർ ആർക്കൊക്കെ എവിടെയൊക്കെ ഇപ്പോൾ ഭീഷണിയാകുന്നുണ്ട്? ചിത്രം എങ്ങനെ തിരുവനന്തപുരത്ത്? സുജ, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിയുമ്പോൾ വിമതർ 2-3 മുന്നണികളിലും ധാരാളമുണ്ട്. വളരെ കുറവ് താരതമ്യേന NDAക്കാണ്, BJPക്കാണ് എന്ന് പറയേണ്ടി വരും. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിമതരുടെ എണ്ണം LDFന്, പ്രത്യേകിച്ച് CPIMന് സംസ്ഥാന തലത്തിൽ നോക്കുകയാണെങ്കിൽ കൂടുതലാണ്. കോൺഗ്രസിന് എല്ലാ കാലത്തും വിമതശല്യം ഉണ്ട്, ലീഗിനുമൊക്കെ ഉണ്ട്. അത് ഇത്തവണയും പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അവസാന നിമിഷം വിമതരെയും അപരരെയും പിൻവലിക്കാനുള്ള ശ്രമം രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയെങ്കിലും പല സ്ഥലത്തും വിജയിച്ചിട്ടില്ല. ഇപ്പോൾ വയനാട് ജഷീർ പള്ളിക്കലിനെ പിൻവലിച്ചതുപോലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി പ്രധാനപ്പെട്ട വിമതരെല്ലാം അതേപടി തന്നെ നിൽക്കുകയാണ്. ഇനി അന്തിമമായ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് 3 മണിയോടുകൂടി നടപടിക്രമങ്ങൾ അവസാനിച്ചതുകൊണ്ട് ഇനി അന്തിമ സ്ഥാനാർത്ഥി പട്ടിക സമർപ്പിക്കാനുള്ള, അത് പ്രസിദ്ധപ്പെടുത്താനുള്ള നടപടിക്രമങ്ങളിലേക്ക് അതാത് റിട്ടേണിംഗ് ഓഫീസർമാർ കടന്നിട്ടുണ്ട്. ഇന്ന് തന്നെ 1199 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അവിടെ ആരൊക്കെയാണ് മത്സരിക്കുന്നത് എന്ന് ആ സ്ഥാപനത്തിൽ ഒട്ടിക്കുക, പ്രസിദ്ധപ്പെടുത്തുകയാണ് ചെയ്യുക. ഇനി മറ്റു നടപടിക്രമങ്ങളിലേക്ക്, ഇനി സാങ്കേതിക നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയായാൽ നമുക്ക് ആ മത്സര ചിത്രം അറിയാം. എതിരില്ലാതെ ആളുകൾ തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യമുണ്ടോ, വിമതർ എവിടെയൊക്കെയാണ് എന്നതടക്കം അറിയേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് TV പ്രസാദ് കൂടി നമുക്കൊപ്പം ഉണ്ട്. TV പ്രസാദ്, ഗുഡ് ഈവനിംഗ്. CPIMന്റെ പ്രാദേശിക നേതാക്കളാണ് വിമതരായി രംഗത്ത് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ ഈ വിമതർ വരുന്നത് അത് വലിയ രീതിയിൽ LDFന് തിരിച്ചടിയാകുന്നുണ്ടോ? കഴക്കൂട്ടവും വിഴിഞ്ഞവും അടക്കമുള്ള ഇടങ്ങളിലൊക്കെ UDFനും വിമതരുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തെ സാധ്യതകൾ എങ്ങനെയാണ് വിമതർ രംഗത്തെത്തുമ്പോൾ? തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് സുജിയ വിമത ശല്യം അതിരൂക്ഷമായത്. വിമതർ ചില്ലറക്കാരല്ല എന്നുള്ളതാണ്. 3 ഇടങ്ങളിലെ വിമതരാണെങ്കിൽ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ്. ഒരാൾ ചെമ്പഴന്നിയിൽ, ഒരാൾ ഇവിടെ ഉള്ളൂരിൽ, മറ്റൊരാൾ വാഴോട്ടുകോണത്ത്. ഈ 3 പേരും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ്. ശ്രീകണ്ഠനും മോഹനും ആനി ഉൾപ്പെടെയുള്ളവരാണ് 3 പേർ. അതുപോലെ തന്നെ വിഴിഞ്ഞത്തുണ്ട്, കാച്ചാണിയിലുമുണ്ട്. ഈ 5 പേർ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ്. കാരണം നല്ല സ്വാധീനമുള്ള നേതാക്കൾ തന്നെയാണ് അവർ പ്രാദേശികമായിട്ട്. അതുപോലെ തന്നെ മറ്റ് ചില ഇടങ്ങളിലും, അതായത് പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ ചില നഗരസഭകളിലുമെല്ലാം LDFന് ചെറിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില വിമതന്മാർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. UDFന്റെ പരിശോധിക്കുമ്പോൾ UDFനും ഇത് തന്നെയാണ് അവസ്ഥ. അത് വിഴിഞ്ഞത്തായാലും പൗണ്ട് കടവിലായാലും അങ്ങനെ പലയിടങ്ങളിലും വിമതശല്യം അതിരൂക്ഷമായി തന്നെയുണ്ട്. നെടുമങ്ങാട്ടാണെങ്കിൽ കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ലീഗുകാർ മത്സരിക്കുന്നു. അങ്ങനെ പല ഭാഗങ്ങളിലും ധാരാളമായി വിമതന്മാരുണ്ട്. പക്ഷേ ഔദ്യോഗിക വിഭാഗം പറയുന്നത് അതൊന്നും പ്രശ്നമല്ല, ശക്തമായി വിജയിച്ചു വരാൻ കഴിയും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ചിത്രം വ്യക്തമായി കഴിഞ്ഞു. വളരെ കുറച്ച് വിമതന്മാർ മാത്രമാണ് ജില്ലയിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇവരെല്ലാവരും മത്സര രംഗത്തേക്ക് വരികയാണ്. പ്രസാദ്, നമുക്ക് അറിയേണ്ടത് ഈ വിമതർ ഉറച്ചു നിൽക്കുന്ന പൗണ്ട് കടവ് അടക്കമുള്ള മേഖലകൾ, അപ്പോൾ അവിടെ അഡ്വാൻറ്റേജ് പൊസിഷൻ ആർക്കായിരിക്കും? അത് ഒരുപക്ഷെ NDAയുടെ വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ? കാരണം ബലാബലം പരീക്ഷിക്കുന്ന ഇടങ്ങളിലൊക്കെയാണ് ഈ വിമതർ നിൽക്കുന്നത്. സുജി, അത് 3 പേർക്കും ചിലയിടങ്ങളിൽ ഗുണമുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. LDFനും UDFനും ചിലയിടങ്ങളിൽ BJPക്കും ഗുണമുണ്ടാകുന്ന രീതിയിലേക്ക് ചില വാർഡുകൾ മാറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് സജീവമായ രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യുന്ന ഇടങ്ങളിൽ LDFന് വിമതർ ഉള്ള ചില വാർഡുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ചിലയിടങ്ങളിൽ കോൺഗ്രസിന് മുൻതൂക്കം കിട്ടുന്ന ഒരു നിലയുണ്ട്. അതുപോലെ തന്നെ BJPക്ക് ചിലയിടത്ത് മുൻതൂക്കം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് വിമതരായിട്ടുള്ള സ്ഥലത്ത് ചിലയിടങ്ങളിൽ CPIMനും അതുപോലെ BJPക്കും ഗുണം കിട്ടുന്ന ഇടങ്ങളുണ്ട്. അങ്ങനെ മിക്സ് ആയിട്ടാണ് ഈ ഗുണങ്ങൾ വരിക. അത് ആത്യന്തികമായിട്ട് ആർക്കാണ് പ്രചാരണം മുന്നോട്ട് പോകുമ്പോൾ വിമതർ ആരെ ജയിപ്പിക്കും, അല്ലെങ്കിൽ വിമതർ അവിടെ കൊണ്ടുപോകുന്ന വോട്ട് ആർക്ക് ഗുണമാകും? അതാണ് നമ്മൾ ഇനി അടുത്ത ദിവസങ്ങളിൽ പ്രേക്ഷകരിലേക്ക് നമ്മൾ ഒരു
പഞ്ചായത്തിലെയും കോർപ്പറേഷനിലെയും ഒക്കെ ഓരോ ഇടത്തെയും അരിമണികൾ പെറുക്കി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ TV പ്രസാദിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം തന്നെ തിരുവനന്തപുരത്ത് തയ്യാറെടുത്ത് നിൽക്കുകയാണ്.